നമസ്കാരം. ഈ വീഡിയോയിൽ അതീവ പ്രാധാന്യമുള്ള ചില ആത്മീയമായ ഉൾക്കാഴ്ചകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളടക്കത്തെ പ്രത്യേകം ശ്രദ്ധയോടും ക്ഷമയോടും കൂടെ പരിഗണിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് ഏവരോടും ആദ്യമേ ഞാൻ അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. യേശു പറഞ്ഞു, കണ്ടാലും ലോകാവസാനത്തോളവും ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ക്രിസ്ത്യാനികൾ വളരെ ആവേശത്തോടെ പ്രത്യാശയോടെ ഉരുവിടുന്ന ഒരു വാക്യമാണിത് എന്ന് ഏവർക്കും അറിവുള്ളതാണ്. പക്ഷേ അങ്ങനെ ആശ്വാസത്തിൻ്റെ സ്രോതസ്സായി കരുതി വിശ്വാസികൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥം തിരിച്ചറിയുന്നുണ്ടോ എന്നതിനെപ്പറ്റി ഗണ്യമായ സംശയം അവശേഷിക്കുകയാണ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആമുഖം ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. യേശു പറഞ്ഞത് എന്താണ്? കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും. വളരെ സമഗ്രമായ ഒരു പ്രസ്താവനയാണ്. 1-2 ദിവസമല്ല, 10-100 വർഷങ്ങളല്ല. ലോകാവസാനത്തോളവും എല്ലാ നാളും എല്ലാ നിമിഷവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായും ഈ ഒരു പ്രസ്താവന, അതിൻ്റെ അർത്ഥം അറിയാൻ വയ്യ എങ്കിൽ കൂടെ നാം ഉരുവിട്ടാൽ മനഃശാസ്ത്രപരമായ അല്പം ആശ്വാസം ലഭിക്കും, വൈകാരികമായ അല്പം ആശ്വാസം ലഭിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥം അറിയാതെ ഉരുവിടുന്നവർക്ക് പോലും ഇത് ഒരു തോത് വരെ അനുഗ്രഹവും ആശ്വാസവും പകരുവാൻ പര്യാപ്തമാണ് എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയുടെ മാഹാത്മ്യം, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആ വലിയ പ്രസക്തി, അത് നമുക്ക് പ്രദാനം ചെയ്യാവുന്ന ആശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രസ്താവന കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് നമ്മുടെ ശ്രമം. നമുക്ക് ഈ വാക്കുകൾ മനസ്സിൽ സംഗ്രഹിച്ചു വെച്ച് മുൻപോട്ട് പോകാം. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, അവസാനം വരെ ഉണ്ടായിരിക്കുന്നവൻ, അതായത് ലോകത്തിൻ്റെ അവസാനം വരെ, അതായത് അതിരില്ലാതെ ഒരു പരിധിയുമില്ലാതെ നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നവൻ അവസാനത്തിലുള്ളതുപോലെ ആദ്യത്തിലും ഉണ്ടായിരിക്കണം. ആദ്യത്തിലും നമ്മളോട് കൂടെ ഇരുന്നവർ മാത്രമേ അവസാനത്തിലും നമ്മളോട് കൂടെ ഇരുപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നത് സാമാന്യ യുക്തിയാണ്. ഞാൻ യുക്തിയാണ് പറയുന്നത്. യുക്തിവാദികളുടെ നാട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ യുക്തി മാത്രം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചാൽ, ആർക്കാണ് അവസാനം വരെ നിങ്ങളോട് കൂടെ ഇരിക്കാൻ കഴിയുന്നത്? ആദ്യം മുതലേ ഇരുന്ന വ്യക്തിക്ക് മാത്രമേ അവസാനം വരെ കൂടെ ഇരിക്കാം എന്ന് ധൈര്യമായി, ശങ്കയ്ക്ക്, സംശയത്തിന് അല്പം പോലും മാർജിനിടാതെ വളരെ ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദിയിൽ കൂടെ ഉണ്ടായിരുന്നവൻ അന്ത്യം വരെയും കൂടെ ഉണ്ടായിരിക്കും. ആദിയിലില്ലാത്തവൻ അന്ത്യത്തിലും ഉണ്ടാകാൻ സാധ്യമല്ല. ഇത് സാമാന്യ ബുദ്ധിയും യുക്തിയുമാണ്. അപ്പോൾ അങ്ങനെ ആദിയിലും അന്ത്യത്തിലുമുള്ളവൻ ആദിക്കും അന്ത്യത്തിനും മധ്യേയുള്ള എല്ലാ നിമിഷങ്ങളിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. വസിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മാത്രമേ വസിക്കുക എന്ന്
നാം പറയുകയുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും എന്നെ വന്ന് കണ്ടുപോയാൽ അതെൻ്റെ കൂടെ വസിക്കുകയല്ല, എന്നെ സന്ദർശിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ ഗേറ്റിൽ വന്ന് താൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതെൻ്റെ കൂടെ വസിക്കുകയല്ല, അന്വേഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിപ്പീരെന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കേണ്ട, ഒരു വിധത്തിലും കീറിയും മുറിച്ചും നമ്മുടെ താല്പര്യത്തിനോ സൗകര്യത്തിനോ മൂടുമാറ്റത്തിനോ വിധേയമായി പ്രയോഗിക്കാവുന്ന അവസ്ഥയല്ല ഇത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാമെന്ന് പറയുമ്പോൾ നിരന്തരമായി. അപ്പോൾ നാം ഇതുവരെ 3 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, ലോകാവസാനത്തോടും നമ്മളോട് കൂടെയുള്ളവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോകാവസാനം നമ്മുടെ മരണമാണ്, അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വ്യക്തിപരമായ ലോകാവസാനം വ്യക്തിയുടെ മരണമാണ്. നമ്മുടെ മരണത്തിൻ്റെ കൂടെയുള്ളവൻ, മരണത്തിൽ നമ്മോട് കൂടെയുള്ളവൻ നമ്മുടെ ജനനത്തിലും നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 139 സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം 8-ാം വാക്യത്തിൽ പറയുന്നത്, നീ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെടഞ്ഞു, എന്നെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ആദ്യം ദൈവത്തിലായിരുന്നു. അതുപോലെ നമ്മുടെ അന്ത്യവും ദൈവത്തിലായിരിക്കും. പ്രിയ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്ത് നൽകിയ സാക്ഷ്യം അതാണ്. നമ്മുടെ അന്ത്യം ദൈവത്തിലാണ്. യേശു അവസാനമായി പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ അന്ത്യത്തിൽ നിശ്ചയമായും ദൈവമുണ്ട്. ആദിയിൽ ദൈവമുണ്ട്, അന്ത്യത്തിലും ദൈവമുണ്ട്. നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചതിനാൽ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെടഞ്ഞതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വ്യക്തവും സന്ദേഹരഹിതവുമായ ഒരു പ്രസ്താവന സാധ്യമല്ല. അതിന് പൂർണ്ണ അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, കണ്ടാലും ലോകാവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ വ്യക്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഇനിയും ഇത് ഏകപക്ഷീയമാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ ആ അവസ്ഥയ്ക്ക് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് അതിനാനുപാതികമായ ഒരു പ്രതികരണം ഉണ്ടാകണം. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെ ഉണ്ടാകുക എന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ അവസ്ഥയെ അർത്ഥവത്താക്കാൻ നമുക്കൊരു കടമയുണ്ട്. അത് പ്രകാരമാണ് നാം അതിനോട് പ്രതികരിക്കുന്ന വിധത്തിൽ യേശു നമ്മളിൽ വസിക്കുന്നത് പോലെ നാം അവനിലും വസിക്കുമ്പോൾ ഈ ഒരവസ്ഥ കൂടെയുണ്ട് എന്നത് കുറച്ചുകൂടി മുൻപോട്ട് അന്യോന്യം പരസ്പരം സംസർഗത്തിൽ വസിക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന, ദൈവം നമ്മുടെ ഉള്ളിലും നാം ദൈവത്തിൻ്റെ ഉള്ളിലും. നാം ദൈവത്തിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ദൈവം നമ്മുടെ ഉള്ളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകും. പക്ഷെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, ആ വെളിച്ചം ദൈവമാണ്. ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇതൊന്നും കൂട്ടിച്ചേർത്ത് വായിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ബഹുഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല. മനസ്സിലാക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാക്കാനുള്ള താല്പര്യമില്ലാഞ്ഞിട്ട് മാത്രമാണ്. വളരെ ലളിതമായ ആശയം മാത്രമാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആശയം. ആദ്യം നാം കണ്ടു, നമ്മുടെ ആരംഭം മുതൽ അവസാനം വരെ എപ്പോഴും നമ്മോട് കൂടെയുള്ള ദൈവം. രണ്ടാമതായി നാം കണ്ടത്, ആ മഹനീയമായ അവസ്ഥയെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവത്തിലും അർത്ഥവത്തായി തീർക്കണമെങ്കിൽ നാം അതിനോട് അതിൻ്റേതായ ആത്മാവിൽ പ്രതികരിക്കണം. അതെങ്ങനെയെന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം.
അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അപ്പോൾ ഇത് ഇത്രയും വ്യക്തമാണ് ഞാൻ കരുതുക. ഇനി മൂന്നാമത്തെ ചിന്ത അതും കൂടെ നിങ്ങളുമായി പങ്കിട്ടിട്ട് ഞാൻ ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഉപസംഹരിക്കുന്നതാണ്. അങ്ങനെ ഈ രണ്ട് ആശയം ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ കൂട്ടിച്ചേർത്ത് മനസ്സിൽ വെച്ച് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാര്യം പരിഗണിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവത്തോട് നാം ഈ രണ്ടാമത്തെ ആശയം അനുസരിച്ച് പ്രതികരിക്കുമ്പോൾ അവൻ നമ്മളിലും നാം അവരിലും ആയിത്തീരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വർത്തമാനകാല ജീവിതം നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിനൊരു പ്രത്യേകതയുണ്ടാകും. അപ്പം നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ നാം മനസ്സിലാക്കുന്നത് 3 വിധത്തിലാണ്, അല്ലെങ്കിൽ 3 കാലഘട്ടങ്ങളായിട്ടാണ്: ഭൂതം, വർത്തമാനം, ഭാവി. പണ്ട് നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ. ഇത് 3 ഏതാണ്ട് പരസ്പര ബന്ധമില്ലാത്ത വിധത്തിലാണ് സാധാരണ നമ്മുടെ ചിന്തയിൽ നാം അവസ്ഥകളെ മനസ്സിലാക്കുന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു വലിയ അയാഥാർത്ഥ്യമാണ്, അൺറിയാലിറ്റിയാണ്. സമയം എന്നത് കീറി മുറിച്ചു മാറ്റാവുന്ന കാര്യമേ അല്ല. സമയം ഒരു ഒഴുക്കാണ്, ഒരു തുടർച്ചയാണ്. അതിൻ്റെ ഒരു നിമിഷം മറ്റൊരു നിമിഷത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. ഉദാഹരണമായിട്ട് നമ്മൾ പറയും, ഒരു മിനിറ്റിൽ 60 സെക്കൻഡും ഒരു മണിക്കൂറിൽ 60 മിനിറ്റും ഉണ്ടെന്ന് പറയും. നമുക്ക് പരിചയമായ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് മറ്റൊരു മിനിറ്റിൽ നിന്ന് വ്യത്യസ്തമാകണമെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ ഒരു വിള്ളലുണ്ടാകണം. അപ്പോൾ എനിക്ക് 4 വിരൽ, ഈ 4 വിരൽ 4ആണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഈ 2 വിരലുകൾക്കിടയിൽ വിടവുണ്ടായിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ, ചെറുപ്പം മുതൽ ഇങ്ങനെയാണെങ്കിൽ, ഒരു വിടവുമില്ലെങ്കിൽ എനിക്ക് ആകൃതിയില്ലാത്ത ഒറ്റ വിരലേ ഉള്ളൂ. അപ്പം 4 ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 4ൻ്റെ മധ്യത്തിൽ ഗ്യാപ്പുണ്ട്, വിടവുണ്ട് എന്നതാണ്, വ്യത്യാസം വരുത്തക്കവണ്ണം. അപ്പോൾ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ടാകണമെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ മിനിറ്റുകൾ പോകുന്നു. ഈ 1 മിനിറ്റിൻ്റെയും 2 മിനിറ്റിൻ്റെയും ഇടയിൽ അല്പസമയം വേണ്ടേ? അത് ഒരു മൈക്രോ സെക്കൻഡ് ആയിക്കൊള്ളട്ടെ, ഒരു സെക്കൻഡിൻ്റെ ഒരു ചെറിയ ഭാഗമായിക്കൊള്ളട്ടെ, നാനോ സെക്കൻഡ് ആയിക്കോട്ടെ. ഒരു വിടവുണ്ടെങ്കിൽ മാത്രമേ 1 മിനിറ്റിൽ നിന്ന് മറ്റൊരു മിനിറ്റ് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. അങ്ങനെ 60 മിനിറ്റുകളുടെയും ഇടയിൽ ഗ്യാപ്പുണ്ട്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മാത്തമാറ്റിക്സിൽ, കണക്കിൽ കൂടെ നോക്കിയാൽ അത് സാധ്യമേ അല്ല. കാരണം ഈ 60 മിനിറ്റ് ഉണ്ടാകണമെങ്കിൽ ഈ 60 മിനിറ്റിൻ്റെയും ഇടയിൽ വിള്ളൽ ഉണ്ടാകണം. അപ്പം നമ്മൾ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റും 60 വിള്ളലും കൂടെയാണ്. അപ്പോൾ അത് 1 മണിക്കൂറിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമയമെന്ന് പറയുന്നത് നമുക്കതിന് മുറിച്ചു മാറ്റി എണ്ണാവുന്ന കാര്യമല്ല. അതൊരു ഒഴുക്കാണ്. കാറ്റടിക്കുന്നു, നദി ഒഴുകുന്നു എന്നതുപോലെയാണ് സമയം. അതുകൊണ്ട് പക്ഷെ മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു, നമ്മൾ കാലത്തിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിലായതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ കൂടെ നമുക്കങ്ങനെ തോന്നുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ സമയം 2 തരത്തിലുള്ള സമയമുണ്ട്. ഒന്ന് റിയൽ ടൈം, വാസ്തവത്തിൽ സത്യമായ സമയം, റിയൽ ടൈം, യാഥാർത്ഥ്യമായ സമയം. യഥാർത്ഥത്തിൽ സമയം എന്താണ്? അതിന് ഈ മുറിവുകളില്ല, വിള്ളലുകളില്ല. അതിന് 1 മണിക്കൂറിൽ 60 മിനിറ്റ് എന്ന് പറയാനോ, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് എന്നോ പറയാൻ സാധ്യമല്ല. അതൊരു ഒഴുക്കാണ്. ഇടയിൽ ഗ്യാപ്പില്ലാത്ത ഒഴുക്കാണ്. എന്നാൽ
ആ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത ഒഴുക്കിൽ മനുഷ്യന് അനുഭവം സാധ്യമല്ല. നമുക്ക് അനുഭവം സാധ്യമാകുന്നത് നമ്മൾ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് പുരോഗമിക്കുമ്പോഴാണ്. അങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം, ഒരു അനുഭവം, നമ്മളൊരു പന്ത് കളി ആരംഭിക്കുമ്പോൾ വാസ്തവത്തിൽ പന്ത് കളി ഒന്ന് തന്നെയാണെങ്കിലും അതിനൊരു ഹാഫ് ടൈം ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഹൈഡ്രേഷൻ ടൈം ഒക്കെ കൊണ്ടുവന്നു, അത് അഡ്വർടൈസ്മെന്റ് കൂട്ടാനായിട്ട് കൊണ്ടുവന്നാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രണ്ട് തികച്ചും വ്യത്യസ്തമായ അനുഭവം. കളി പൂർത്തിയാക്കുമ്പോൾ കളി ഒന്നേ ഉള്ളൂ, കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് 90 മിനിറ്റിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലുള്ള അനുഭവം, സമയത്തെ പറ്റിയുള്ള നമ്മുടെ അനുഭവം രണ്ട് വിധത്തിലാണ്. എന്നാൽ നാം ഈ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ ഏതിലാണെങ്കിലും രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ഓരോന്നും ഓരോ നിമിഷത്തിൽ മാത്രം അനുസരിച്ച് മുൻപോട്ട് പോവുക. രണ്ട്, ഈ സാധ്യതകളെ മുഴുവനും ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഉദാഹരണമായിട്ട്, നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളൊരു പുസ്തകം പഠിക്കുന്നു. പുസ്തകം പഠിക്കുമ്പോൾ ഒരു പുസ്തകത്തിന് 10 ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കും, 20 ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കും, അല്ല 30 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓരോ ചാപ്റ്ററും 1, 2, 3 എന്ന് പഠിച്ചു പോകാം. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പുസ്തകം പഠിച്ചു എന്നതിന് തെളിവെന്താണ്? ഈ 30 ചാപ്റ്ററിലുമുള്ള ഉള്ളടക്കം ഒരുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒന്നായി നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആ പുസ്തകം യഥാർത്ഥത്തിൽ വായിച്ച് ഗ്രഹിച്ചു എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കുന്നത് ചാപ്റ്റർ 1, അത് കഴിഞ്ഞു ചാപ്റ്റർ 2, അധ്യായം 3, അധ്യായം 4, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യഥാർത്ഥത്തിൽ ഒരു പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ 30 അധ്യായം ഉണ്ടെങ്കിൽ ആ 30 അധ്യായത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ പൂർണ്ണതയിൽ ഒരേ സമയത്ത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുവാൻ തക്കതായ ഒരു പരിചയം അതുമായി വന്നെങ്കിൽ മാത്രമേ അത് പഠിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ അല്പം വിശദീകരിക്കുന്നു, അത്രമാത്രം. ഇതെല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. അറിയാം എന്നതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാതെ മുൻപോട്ട് പോകട്ടെ. ഇത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് 2 വിധത്തിൽ ജീവിക്കാം. ഒന്ന്, ഓരോ ദിവസവും ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കിട്ടി, നാളത്തെ ദിവസം, മറ്റന്നാളത്തെ ദിവസം, നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ കാണാം. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒറ്റ അനുഭവമാക്കി നമുക്ക് തീർക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ജനനത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ മരണത്തിൽ അവൻ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ 2 മധ്യത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അംശത്തിലും ദൈവമുണ്ട്. അതാണ് നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് യേശു പറയുന്നു. അപ്പം നിരന്തരമായ ഒരു സാന്നിധ്യത്തെ ആണ് യേശു ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ജീവിക്കുക. അപ്പം ആ ഒരു ദർശനം നാം മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ മനസ്സിൽ, യേശുവിൻ്റെ മനസ്സിൽ നാം ഇപ്പോൾ 10 വയസ്സുള്ളപ്പോഴും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ ചിന്തിക്കാൻ അല്പം പ്രയാസമുള്ളതാണ്, എങ്കിലും ഇത് അർത്ഥവത്താണ്. അപ്പോൾ ഞാൻ 5 വയസ്സുള്ളപ്പോൾ, 7 വയസ്സുള്ളപ്പോൾ, 10 വയസ്സുള്ളപ്പോൾ എന്നെ അറിഞ്ഞ വിധം വളരെ പരിമിതപ്പെട്ടതാണ്. പക്ഷെ അന്ന് എന്നെ അറിയുന്ന ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും. അത് മനസ്സിലാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന, സന്തോഷം പകർന്നു നൽകുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 75ാമത്തെ വയസ്സിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിഭാവനയ്ക്കപ്പുറത്ത് എന്നെ പല അവസ്ഥകളിൽ കൂടെയും വഴികളിൽ കൂടെയും നടത്തിയ ഒരു ഉണ്ടായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അന്ന് കഴിഞ്ഞില്ല. പലവിധമായ അവസ്ഥകളിൽ കൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഭീകരമായ അവസ്ഥയിൽ, വളരെ അത്ഭുതം തോന്നിക്കുന്ന അവസ്ഥയിൽ, നിരാശയുടെ പടുകുഴിയിലായിരുന്ന അവസ്ഥയിൽ, അപകടത്തിൻ്റെ
വായിൽ ചെന്ന് വീണ അവസ്ഥയിൽ ഈ സമയത്തൊക്കെ അന്നത്തെ ആ സാഹചര്യത്തെ വേറിട്ട ഒറ്റപ്പെട്ട സംഭവമായി മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം ഒരേ പദ്ധതിയുടെ വിവിധ ഘടകങ്ങളും അംശങ്ങളുമായിരുന്നു എന്നെനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ, 15 വയസ്സുള്ളപ്പോൾ, 20 വയസ്സുള്ളപ്പോൾ, 30 വയസ്സുള്ളപ്പോൾ ഞാൻ എന്ന പ്രതിഭാസത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്തിരുന്നു. എന്നാൽ അതിനെ വേണ്ടതുപോലെ തിരിച്ചറിയാനുള്ള കഴിവെനിക്കില്ലായിരുന്നു. കാരണം എന്താണ്? എനിക്ക് ദൈവത്തോട് വേണ്ടതുപോലെയുള്ള ഒരു ആത്മബന്ധമില്ലായിരുന്നു. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ദൈവത്തിലായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് ആയിത്തീരത്തക്കവണ്ണം എന്നെ പരിശീലിപ്പിക്കാൻ, പഠിപ്പിക്കാൻ, ബോധവൽക്കരിക്കാൻ പ്രത്യേകിച്ച് ആരും കൂട്ടാക്കിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ ഒരു കാര്യത്തിലൊരു അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയിൽ നിന്ന് ലഭിച്ച മാർഗദർശനം, പരിശീലനം മാത്രമാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്കും പരിമിതികളുണ്ടായിരുന്നു. എനിക്ക് ഉള്ള പരിമിതി പോലെ അത്രയും ഇല്ലെങ്കിലും പരിമിതികളുണ്ടായിരുന്നു. ഒരു സഭയുടെ കടമ എന്താണ്? ഇപ്രകാരമുള്ള അടിസ്ഥാനപരമായ ആത്മീയ അച്ചടക്കത്തെ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം, അനുഭവവിദ്യമാകത്തക്കവണ്ണം ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുക എന്നതാണ്. പക്ഷെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളിൽ വസിക്കാം, പക്ഷെ നിങ്ങൾ എന്നിൽ വസിപ്പീൻ. അങ്ങനെ യേശു നമ്മളിൽ വസിക്കുകയും നാം യേശുവിൽ വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണോ നമ്മൾ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടത്തിലാണെങ്കിലും, 5 വയസ്സ്, 10 വയസ്സ്, 50 വയസ്സ്, 70 വയസ്സ്, എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഓരോ നിമിഷത്തിലും നമ്മുടെ അവസ്ഥ അതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇത് ആത്മീയതയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആശയമായി ഞാൻ മനസ്സിലാക്കുന്നു. അതെന്താണ്? നാം യഥാർത്ഥത്തിൽ യേശുവിലും യേശു നമ്മളിലും വസിക്കുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, നമ്മുടെ പ്രായത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറ്റിവെച്ചിട്ട് ഈ 10 വയസ്സിലും 15 വയസ്സിലും 20 വയസ്സിലും 30 വയസ്സിലും പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുവാനും പ്രയോജനപ്പെടുത്തുവാനും പ്രതികരിക്കാനും നമുക്ക് സാധിക്കും. ആ അവസ്ഥയാണ് യേശു പറയുന്നത്, സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധം പറഞ്ഞാൽ പൂർണ്ണമായ ജീവൻ. എങ്ങനെയാണ് പൂർണ്ണമായ ജീവൻ ഉണ്ടാകുന്നത്? 5 വയസ്സുള്ളൊരു കുഞ്ഞിന് പൂർണ്ണ ജീവിതം സാധ്യമാണോ? 10 വയസ്സിൽ, 15 വയസ്സിൽ, 30 വയസ്സിൽ പൂർണ്ണ ജീവിതം സാധ്യമാണോ? ആണ് എന്നാണ് യേശു പറയുന്നത്. അവർക്ക് എന്ന് പറയുമ്പോൾ അത് 50 വയസ്സിന് മേളിലെന്ന് അർത്ഥമില്ല, അല്ലെ 40 വയസ്സിന് മേളിലെന്ന് അർത്ഥമില്ല, അല്ലെങ്കിൽ 27 വയസ്സിന് മേളിലെന്ന് അർത്ഥമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ പിഞ്ചു പൈതൽ തൊട്ട് അന്ത്യശ്വാസം വലിക്കാനായി കട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗികൾക്കും തുല്യമായ പ്രസക്തമാണ്, ബാധകമാണ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമ്പൂർണമായ ജീവൻ ഉണ്ടാകുവാനും, അബണ്ടന്റ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ് എന്നാണല്ലോ പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രായ അവസ്ഥയെ അതിജീവിച്ച് നാം ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത യേശുവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്, ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്, അതിൻ്റെ വെളിച്ചം, അതിൻ്റെ വീര്യം, അതിൻ്റെ ഗുണമേന്മ, അതിൻ്റെ പരിജ്ഞാനം, അതിൻ്റെ എന്താണ് പറയുന്നത്, പക്വത, അത് നാം ഏത് പ്രായത്തിലാണെങ്കിലും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പ്രതിബിംബിക്കത്തക്കവണ്ണം പ്രവർത്തിക്കാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം കടന്നു ചെല്ലും, നാം ആയിത്തീരും എന്നതാണ് ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം വിലമതിക്കേണ്ടത് എന്ന് തോന്നുന്ന ഈ ആത്മീയമായ സത്യം. അല്ലാത്ത പക്ഷം നാം പറയുമ്പോൾ 10 വയസ്സുള്ളൊരു 20 വയസ്സുള്ള ആളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാനാണ്? പിന്നെ പറയൂ 60 വയസ്സ് 70 വയസ്സായി, വെറും ഇനിയും പ്രതീക്ഷിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്?
യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. അത് ഇന്ന സമയത്തൊന്നോ ഇന്ന പ്രായത്തിലൊന്നോ ഒന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത സ്ഥിതി ചെയ്യുന്ന യേശുവിലാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭവും അവസാനവും, ആരംഭത്തിനും അവസാനത്തിനും മധ്യയുള്ള ഓരോ അവസ്ഥയും അവനിൽ സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ അവനിലാകുകയും അവൻ നിങ്ങളിലാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന അനുഗ്രഹം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയുമായി നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതുമായി നിങ്ങൾക്ക് ബന്ധം പ്രാപിപ്പാനുള്ള ഒരവസരമുണ്ടാകുന്നു. നിങ്ങൾ നിങ്ങളോട് ബന്ധം സ്ഥാപിക്കുന്ന, അനുഗ്രഹിക്കുന്ന അവസ്ഥയാണ് യേശു സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. യേശു ആരാണ്? നിൻ്റെയും എൻ്റെയും വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മഹനീയമായ ആവിഷ്കാരമാണ് യേശു. യേശു വേറിട്ടൊരു വ്യക്തിത്വമൊന്നുമല്ല. നിൻ്റെയും എൻ്റെയും വ്യക്തിത്വത്തിൻ്റെ അപ്രമേയമായ മഹത്വത്തിൻ്റെ ആവിഷ്കാരമാണ് യേശു. എൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മഹനീയമായ സാധ്യതയുടെ ഏറ്റവും എന്താണ് പറയുന്നത്, ഔന്നത്യമേറിയ അവസ്ഥയിൽ വസിപ്പീൻ എന്നാണ് എൻ്റെ അർത്ഥം. ആ അവസ്ഥ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ഈ കാലത്തിൻ്റെ തട്ടത്തിൽ വസിക്കുന്ന നമുക്ക്, ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളുമായി മാത്രം സമയം അറിയുന്ന നമുക്ക് സാധ്യമല്ല. കാലത്തിനപ്പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ഈ കാലത്തിൻ്റെ തട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പൂർണ്ണത മനസ്സിലാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം മുതൽ എൻ്റെ മരണം വരെയുള്ള എൻ്റെ വ്യക്തിത്വത്തിൻ്റെ സകല സാധ്യതകളും സകല അവസ്ഥകളും ദൈവത്തിൽ ഞാൻ അറിയുന്നതിന് മുൻപേ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ എന്നെ മെടഞ്ഞവനെന്ന് പറയുമ്പോൾ, എൻ്റെ അവസാനം വരെയും എൻ്റെ കൂടെ ഇരിക്കുന്നവനെന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയുടെ ഉറവിടം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ആകത്തുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ഘട്ടങ്ങളിലും പരിപൂർണമായി പ്രയോഗിക്കാൻ സാധാരണ ഒരവസ്ഥയിൽ നമുക്ക് സാധ്യമല്ല. ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല. പക്ഷെ അത് സാധ്യമാക്കി തീർക്കുന്ന ഒരവസ്ഥയാണ് യേശു പറയുന്നത്: നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായ്ക്കും. അതിൻ്റെ ഒരു വലിയ ആശ്വാസമായിട്ടാണ് യേശു പറയുന്നത്: കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ഇങ്ങനെ വിശാലമായ അനുഭവത്തിൽ വളരെയധികം അർത്ഥവും ആവേശവും പകരുന്ന ആത്മീകമായ അറിവുകൾ, യാഥാർത്ഥ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ യേശുവിൻ്റെ പഠിപ്പീരുകളിലുണ്ട് എന്നത് തിരിച്ചറിയാൻ നമുക്ക് ഈ കാലങ്ങളിൽ വളരെയധികം ആവശ്യമുണ്ട്. കാരണം ഇപ്രകാരമുള്ള ആത്മീകമായ തിരിച്ചറിവിൽ കൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. ഇതുവരെ നാം ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അത് യേശു ഉദ്ദേശിച്ചതുമല്ല. യേശുവിൻ്റെ പേരിൽ ആളുകൾ കൂട്ടിയിടുന്ന പഴഞ്ചാക്കുകളാണ് ഒട്ടുമുക്കാലും കാര്യങ്ങൾ. അത് ജീവിതത്തിൽ ആരും ഇന്നുവരെയും പ്രയോഗിച്ചിട്ടില്ല, പ്രയോഗിച്ചാൽ പ്രയോജനവുമില്ല. അതുകൊണ്ട് ദയവായി യേശുവിൻ്റെ ആശയങ്ങളെ അവയുടെ ആത്മാവിലും സത്യത്തിലും തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ അത് അർത്ഥവത്തായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഏവരോടും ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.